Dear students, welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed how to calculate different stock levels. Today we are going to discuss another problem relating to different stock levels. Today's question is this. Sriram Enterprise manufactures a special product with the following informations are available in respect of the product. Monthly demand of this 1500 units. Annual carrying cost of material per unit rupees 18. Minimum usage 30 units per week. Reorder period 3 to 6 weeks. Cost of placing an order rupees 75. Normal usage 60 units per week. Maximum usage 80 units per week. Compute. First one, reorder quantity. Second one, reorder level. Third one, minimum level. Fourth one, maximum level. Last one, average stock level. Today's question, normal usage 60 units per week. Normal usage 60 units per week. My minimum usage 30 units per week. Maximum usage 80 units per week. Then reorder period 3 to 6 weeks. 3 to 6 weeks. Then annual carrying cost of material per unit. Annual carrying cost of material per unit is rupees 18. അപ്പോൾ ആനുവൽ ക്യാരിങ് കോസ്റ്റ് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. ഓക്കെ, കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻഡ് ഓർഡറിംഗ് കോസ്റ്റ് റുപ്പീസ് 75. ഓർഡറിംഗ് കോസ്റ്റ് റുപ്പീസ് 75. ഓക്കെ, അപ്പോൾ നോക്കാം നമ്മുടെ പ്രോബ്ലത്തിൽ ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? റീ ഓർഡർ ക്വാണ്ടിറ്റി, ദാറ്റ് മീൻസ് എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം EOQ കാൽക്കുലേറ്റ് ചെയ്യാം. എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഓർ റീ ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റീ ഓർഡർ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം? ആനുവൽ കൺസംഷൻ വേണം. ഓക്കെ, ആനുവൽ കൺസംഷൻ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ, ആനുവൽ കൺസംഷൻ. ഹൗ ടു കാൽക്കുലേറ്റ് ആനുവൽ കൺസംഷൻ? നോർമൽ യൂസേജ് ഇൻറ്റു, നമുക്കറിയാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എല്ലാം തന്നെ വീക്കിലാണ്, പെർ വീക്കാണ് അല്ലെ. അതുകൊണ്ട് 1 ഇയറിൽ എത്ര വീക്സ് ആണുള്ളത്? എത്രയാണ്? 52 വീക്സ് ആണ് 1 ഇയറിലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇയർലി ഇൻഫർമേഷൻ മന്ത്ലി ആയിരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്തേനെ? 12 മന്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ, 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നോർമൽ യൂസേജ് ഇൻറ്റു 52 വീക്സ്. ഇവിടുത്തെ ഇൻഫർമേഷൻ വീക്സിലായതുകൊണ്ടാണ് 1 ഇയറിൽ 52 വീക്സ് ഉണ്ട്, അതുകൊണ്ട് 52 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നോർമൽ യൂസേജ് ഇൻറ്റു 52 വീക്സ് 60 ആണ് നോർമൽ യൂസേജ്. നോർമൽ യൂസേജ് എന്ന് പറയുന്നത് 60 പെർ വീക്ക് ആണ്. 60 ഇൻറ്റു 52, ദാറ്റ് മീൻസ് 3120 യൂണിറ്റ്സ്. 3120 യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുക? ആനുവൽ കൺസംഷൻ എന്ന് പറയുക. ആനുവൽ കൺസംഷൻ എത്രയാണ്? 3120 യൂണിറ്റ്സ്. ഓക്കെ, then we calculate economic ordering quantity. Okay, economic ordering quantity or reorder quantity ആണ്. Reorder quantity or economic ordering quantity whole root of 2C or divided by I. Whole root of 2C or divided by I. Okay, 2 common ആണ് എഴുതി. 3120 is the annual consumption. Okay, then ordering cost rupees 75. The whole divided by 18, that means annual carrying cost എത്ര പറഞ്ഞിരിക്കുന്നത്? 18 ആണ്. ആനുവൽ carrying cost of material per unit എത്രയാണ്? 18 ആണ്. whole divided by 18. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 161 അപ്രോക്സിമേറ്റ്ലി ആണ്. 161 യൂണിറ്റ്സ് ആണ് എന്തെന്ന് പറയുക? റീഓർഡർ ക്വാണ്ടിറ്റി. റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 161 യൂണിറ്റ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വി കാൽക്കുലേറ്റ് റീഓർഡർ ലെവൽ. Reorder level. How to calculate reorder level? Maximum consumption into maximum reorder period. Reorder level is equal to maximum consumption into maximum reorder period. Maximum consumption നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കിയേ 80 per weeks ആണ് അല്ലേ. അപ്പം 80 into maximum reorder period. Reorder period 3 to 6 ആണ്. അപ്പോൾ maximum period എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ 80 into 6 അല്ലേ. അപ്പോൾ 480 units is the reorder level. Reorder level എത്ര കിട്ടിയേ? 480. അർത്ഥം 48. 480 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ മിനിമം സ്റ്റോക്ക് ലെവൽ ആണ്. രണ്ടാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏതാണ്? മിനിമം സ്റ്റോക്ക് ലെവൽ ആണ്. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് ഈക്വൽ ടു റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ് ആണ്. ഓക്കെ, അപ്പൊ നോർമൽ റീഓർഡർ പീരിയഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആവറേജ് ഓർ നോർമൽ റീഓർഡർ പീരിയഡ് ഈസ് ഈക്വൽ ടു minimum reorder period plus maximum reorder period. Minimum 3 plus maximum 6 divided by 2.
അപ്പോൾ 9 divided by 2 that is 4.5 ആണ് എന്തെന്ന് പറയുക ആവറേജ് ഓർ നോർമൽ റീഓർഡർ പീരീഡ്. ആവറേജ് ഓർ നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് 4.5 ആണ്. ഓക്കെ, 4.5 വീക്സ് ആണ്. ഓക്കെ, അപ്പോൾ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ പീരീഡ് റീഓർഡർ പീരീഡ്. 480 മൈനസ് നോർമൽ കൺസംഷൻ 60 യൂണിറ്റ്സ് ആണ്. 60 ഇൻറ്റു 4.5 60 ഇൻറ്റു 4.5 അപ്പം 60 ഇൻറ്റു 4.5 270 ആണ്. അപ്പോൾ 480 മൈനസ് 270 ദാറ്റ് ഈസ് 210 യൂണിറ്റ്സ് ഈസ് ദ മിനിമം സ്റ്റോക്ക് ലെവൽ. മിനിമം സ്റ്റോക്ക് ലെവൽ എത്രയാണ്? 210 യൂണിറ്റ്സ്. 210 യൂണിറ്റ്സ് ഈസ് ദ മിനിമം സ്റ്റോക്ക് ലെവൽ. ഇമ്പോർട്ടൻറ്റ് സ്റ്റോക്ക് ലെവൽ ഈസ് ആവറേജ് മാക്സിമം സ്റ്റോക്ക് ലെവൽ. ഇവിടെ മാക്സിമം സ്റ്റോക്ക് ലെവൽ ആണ് ഫോർത്ത് വൺ. Maximum stock level is equal to reorder level plus reordering quantity minus minimum consumption into minimum reorder period. Okay, reorder level നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് 480 യൂണിറ്റ്സ്. റീഓർഡറിംഗ് ക്വാണ്ടിറ്റി എക്കണോമിക് ഓർഡറിംഗ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തതാണ് 161. ഓക്കെ, മൈനസ് മിനിമം കൺസംഷൻ. മിനിമം കൺസംഷൻ 30 യൂണിറ്റ്സ് ആണ്. 30 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് 3 to 6 ആണ്. 3 ആണ് മിനിമം. അപ്പോൾ ഇൻറ്റു 3. ഓക്കെ, അപ്പോൾ 480 പ്ലസ് 161 മൈനസ് 30 ഇൻറ്റു 3. അപ്പം ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ 641 മൈനസ് 90 551 യൂണിറ്റ്സ് ഈസ് ദ മാക്സിമം സ്റ്റോക്ക് ലെവൽ. മാക്സിമം സ്റ്റോക്ക് ലെവൽ എന്ന് പറയുമ്പോൾ 551 യൂണിറ്റ്സ്. ഓക്കെ, ദെൻ ആവറേജ് സ്റ്റോക്ക് ലെവൽ. ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ആണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. How to calculate average stock level? Minimum stock level plus half reordering quantity. Minimum stock level plus half reordering quantity. Minimum stock level 210 units ആയിരുന്നു. 210 units plus half of economic ordering quantity ആണ് 161. Okay, അപ്പോൾ half of 161 that is 80.5. അപ്പോൾ 210 plus 80.5 290.5 291 or 290.5 units is the എന്താണ് average stock level. Average stock level. Okay, your assignment question is this: ABC Limited manufactures a special product said the following particulars were collected for the year 2015. Monthly demand of said 1000 units, annual carrying cost per unit rupees 15, cost of placing an order rupees 100, normal usage 50 units per week, minimum usage 25 units per week, maximum usage 75 units per week. Reorder period 4 to 6 weeks. Compute the following. First one, reorder quantity. Second one, reorder level. Third one, minimum level. Next, maximum level. Last one, average stock level. Dear students, watch the videos carefully and try to work out this problem. Also work out an assignment question.